7 വർഷമായിട്ടുണ്ടാവും ഈ അമ്പലം ഇവിടെ പണിതിട്ട്. ഇത് ശരിക്കും പണിത് ഞങ്ങൾ വലിയൊരു കാരണവരാണ് ഉണ്ടാക്കി ദർശനം സംബന്ധിച്ച്. അദ്ദേഹം ഉണ്ടാക്കി തന്നത് എന്താ വെച്ചാൽ ദേവി അതിനു മുമ്പൊരു ഏതാണ്ട് 400 കൊല്ലം മുമ്പാണ് ഇതിൻ്റെ മൂലക്ഷേത്രത്തിലായിട്ടുള്ള നെല്ലുളി വന്നിരുന്നത്. ഈ നെല്ലുളി എന്ന് പറയുന്ന സ്ഥലം പണ്ട് ബ്രാഹ്മണന്മാർ താമസിക്കുന്ന സ്ഥലമായിരുന്നു. അവരുടെ പൂജാവിധി കാരണങ്ങളോ മറ്റോ കാരണം അവർ നാശം സംഭവിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വെട്ടത്ത് രാജാവ് ആ സ്ഥലം എടുത്ത് അവിടെ നെല്ലുളി വീട്ടുകാരെ കൊടുക്കുന്നത്. ഈ നെല്ലുളി വീട്ടുകാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെട്ടത്ത് രാജാവിൻ്റെ പടനായകന്മാരായിരുന്നു. അതിലൊരു സ്ത്രീ ദേവീനെ വസിച്ചു വന്നിരുന്നു. അവർ വളരെ എല്ലാ കൊല്ലം അമ്മയെ പോയിട്ട് കൊടുങ്ങല്ലൂർക്കാവ് പോയിട്ട് കാണുമായിരുന്നു, പ്രാർത്ഥിച്ചു വരും. അവിടെയൊക്കെ പ്രായാധിക്യം കാരണം അവർക്ക് പോകാൻ പറ്റാത്ത ഒരു സന്ദർഭം വന്നു. ആ സന്ദർഭം പോയപ്പോൾ ആ സമയത്ത് അവസാനമായി പോയ സമയത്ത് ദേവിനോട് മനസ്സുരുകി പ്രാർത്ഥിക്കുക, എനിക്കിനി വരാൻ പറ്റില്ല, അമ്മയെ കാണുന്നുണ്ട്, എന്താ ചെയ്യുക, എനിക്ക് വരാൻ പറ്റാത്തൊരു അവസ്ഥയായിപ്പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവരറിയാതെ അമ്മ ഇവരെ കാൽക്കൊടയിൽ ഉപയോഗിക്കുക. ആ കാൽക്കൊടയിൽ കയറി ഇങ്ങനെ ഇവിടെ വരുമ്പോൾ ഇവിടെ ഇപ്പോൾ കരിങ്കപ്പാറ സ്ഥലമുണ്ട്, അവിടെ കക്കാത്ത് കുന്നത്തുന്ന സ്ഥലമുണ്ട്, അവിടെ ദേവി ഇരുന്നു വിശ്രമിക്കായിരുന്നു. അപ്പോൾ അവിടെയും ഈ ദേവി ചൈതന്യമുണ്ട്. അതുവരെ കൊടുങ്ങല്ലൂരിൻ്റെ അമ്മയുടെ ഇതാണ്. അവിടുന്ന് അമ്മയുടെ ഭാവം മാറുക. അമ്മ പിന്നെ ശാന്തസ്വരൂപിണിയായിട്ട് കൊടുങ്ങല്ലൂർ അമ്മ എന്ന് പറഞ്ഞൊരു ഉഗ്രം ചിത്രീകരിക്കുന്നത്. ശാന്തസ്വരൂപിണിയായിട്ട് ഇവിടുന്ന് ഓമച്ചപ്പുഴ കിട്ടുന്ന സ്ഥലം കിട്ടില്ല, അതുവഴി ഒഴൂർ വഴി കതിർക്കുളങ്ങര എന്ന സ്ഥലത്ത് വന്ന് നീരാടി, ഈ മുത്തശ്ശി നീരാടി അവിടുന്ന് അങ്ങനെ അവിടുന്ന് നെല്ലുളി വന്നു. അങ്ങനെ വന്ന് കൊട ഈ പിട്ടത്ത് വെച്ചു. അത് കഴിഞ്ഞ് 1-2 ദിവസം കഴിഞ്ഞ് ഈ കുടയെടുക്കാൻ നോക്കുമ്പോൾ കുട പൊന്തുന്നില്ല. അപ്പോൾ അതിലെന്തോ അവർക്ക് തോന്നി എന്തോ ഇതുണ്ട്. അപ്പോൾ അവർ ജ്യോത്സ്യനെ വിളിച്ച് നോക്കിയപ്പോഴാണ് ദേവി കൂടെ വന്നിട്ടുണ്ട്. ദേവിയെ ഉചിതമായ സ്ഥലത്ത് അവിടെ കൊടിയെത്തണം. അപ്പോൾ കൊടി കയറിക്കുന്ന സമയത്ത് അവർ നമ്പൂരിമാർ പൂജിച്ചിരുന്നത് അവിടെയൊക്കെ ആ ഭാഗത്തൊക്കെ ഇപ്പോഴും ഉണ്ട്. മല്ലിശ്ശേരി ഇല്ലെന്ന സ്ഥലമാണ് ഇപ്പോഴും ഉണ്ട്. അതാണ് മുല്ലശ്ശേരി വീട് എന്ന് പറയും. ഇപ്പോൾ അവിടെ അടുത്ത് തന്നെ. അപ്പോൾ അവിടെ വന്നിട്ട് ദേവി അവിടെ മധ്യത്തിലിരുന്നു. അപ്പോൾ ദേവീൻ്റെ അന്ന് ഈ പരദേവതകളുണ്ട്, നമ്പൂരിമാർ പൂജിച്ച വേട്ടക്കരൻ അവരുണ്ട്. അപ്പോൾ അവർ ദേവി ഇത് അവർ കൽപ്പന പറഞ്ഞു, എന്തായത് ഇവരാണ് എൻ്റെ മുമ്പിൽ വന്നിരുന്നത്. അപ്പോൾ അവർക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതിനുശേഷം എനിക്ക് ചെയ്തു തന്നാൽ മതി. ഇപ്പോഴും ഞങ്ങൾ നിത്യം വിളക്കെത്തിക്കും, അവിടെ വിളക്കെത്തിക്കും. പിന്നെ മാസത്തിൽ പൂജ, അപ്പോൾ ഒരു ബ്രാഹ്മണ പൂജയാണ്. അങ്ങനെ കാലക്രമേണ കുറേ കാലം കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സംവിധാനം ദേവി അവിടെ നിന്ന് ഇങ്ങനെ ഇരിക്കുക. അവിടെ വന്നാൽ ഞങ്ങൾ വീട്ടുകാരെ മാത്രമല്ല കാണുള്ളൂ, ഞങ്ങൾക്ക് ഭക്തജനങ്ങളെ കാണും. അരുളിപ്പാടുണ്ടായി. അന്ന് ഞങ്ങൾ അവിടുത്തെ പരിചാരകന്മാരായിരുന്നു, കല്യാണശ്ശേരിക്കാരെന്നിട്ട് അതിലൊരാൾക്ക് ദർശനം വഴി ശോഭ സ്ഥലം കാണിച്ചു, അവിടെ ക്ഷേത്രം പണിയാണ്. അങ്ങനെ അന്നത്തെ കൊല്ലിയിൽ രാമൻകുട്ടി മേനോൻ എന്ന് പറഞ്ഞൊരു അമ്മാമ അമ്പലം ഉണ്ടാക്കി. ഒന്നുമില്ല, ഒന്നുണ്ട്, തരിശ് ഭൂമിയായിരുന്നു അവിടെ. ബ്രാഹ്മണ കുടുംബം അങ്ങനെ ഉണ്ടായിട്ടില്ല, കുറേ ഉണ്ടായിരുന്നു. ഒക്കെ ആ ഭാഗത്തേക്ക് പോയി. ചെറുക്കലുള്ള ആ ഭാഗത്ത് കുറച്ച് ഭാഗങ്ങളുണ്ട്. അവിടുത്തെ ഒരു വിശ്വക്ഷേത്രമായിട്ടും ബന്ധമുണ്ട്. അപ്പോൾ ബ്രാഹ്മണ കമ്പനിയിൽ നശിച്ചശേഷമാണ് ഈ പടനായക ഇതിൽപ്പെട്ട നെല്ലുളിക്കാർ. അതാണ് ആ നെല്ലുളി എന്നുള്ള പേര് വരങ്ങാൻ. ഞങ്ങൾ വീട്ടുകാരാണ് താമസിക്കുന്നത്, പക്ഷെ നെല്ലുളി എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അല്ലല്ല, അവർ ഹിന്ദുക്കളാണ്. വെട്ടത്ത് രാജാവിൻ്റെ പടനായകനായിരുന്നു, എൻ്റെ കാരണവനും പടനായകനായിരുന്നു. ഒരു കളരിയൊക്കെ ഉണ്ട് ഇവിടെ. രാജകുമാർ അവരെ ഇവിടെ അടിസ്ഥാന സ്ഥലമായിരുന്നു. അവരിവിടെ താമസിച്ചിരുന്നു. വെട്ടത്ത് രാജാവ് അദ്ദേഹത്തിൻ്റെ സ്ഥലമായിരുന്നു അത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ ചേരമാൻ പെരുമാൾ ഒരു കത്ത് കൊടുക്കുക. എനിക്ക് ഒരു 2-3 ആൾക്കാർ അറബ് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് മതപ്രചാരണാർത്ഥം. അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. അവർക്ക് നിങ്ങളെ നാടൻ ഭക്ഷണം ഉണ്ടാക്കാൻ ഒരു സ്ത്രീനെ വിട്ടു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തമ്പുരാൻ പറഞ്ഞു,
എൻ്റെ കയ്യിൽ അധികം സ്ത്രീകളൊന്നുമില്ല. എൻ്റെ മരുമക്കൾ, ഞങ്ങൾ ഈ മരുമക്കത്തായാണ്, ഇപ്പോഴും ഞങ്ങളൊക്കെ മരുമക്കത്തായാണ്. എൻ്റെ മരുമകളുണ്ട്, പെങ്ങളെ മകളുണ്ട്. അവൾ നീരാട്ടിന് പോയിക്കുകയാണ്. അവളിപ്പോൾ വരും. അവൾ വന്നു കഴിഞ്ഞാൽ അവളെ കൂടെ എൻ്റെ അടുത്ത് പോയി രണ്ടാളുണ്ട്, ഒരാൾ തരാമെന്ന്, അവർക്കെല്ലാം ചെയ്തു കൊടുക്കാമെന്നുള്ള ഇതിൽ. ഇന്ന് കഷ്ടകാലത്തിന് ഈ താളിയുടെ കിണ്ണം മറന്നു പോയിട്ട് ആദ്യം തമ്പുരാട്ടിയാണ് മുന്നിൽ വന്ന് ഇവൾ എതിർക്കാൻ പോയപ്പോൾ ഇദ്ദേഹം വന്ന് പിടിച്ചത് തമ്പുരാട്ടിയുടെ കയ്യാണ്. അത് പറഞ്ഞപ്പോൾ രാജാവിന് ഇത് മാറ്റാൻ പറ്റില്ല, അദ്ദേഹം അവരെ കൊടുക്കുക, സ്വന്തം മരുമകളെ. അങ്ങനെ അത് കൺവേർട്ടഡ് കൊടുക്കും. അങ്ങനെയാണ് ഇപ്പോഴും ഈ ആവേശസ്ഥാനം കിട്ടുന്ന ആൾ അവിടെ പോയിട്ട് തൊഴണം. രാവിലെ ഇപ്പോഴുണ്ട് വീട് ഇതുണ്ട്. ഇവർ പോയിട്ടൊക്കെ അവർ തൊഴണം അന്നത്തെ ദിവസം. ആവേനാവേണ്ട ആൾ ഇപ്പം ചെയ്യില്ല, വേറെ മാറ്റങ്ങളുണ്ട്. ഇവിടെ മരിച്ചുപോയി പരമേശ്വരൻ മാഷ് കേട്ടിട്ടുണ്ടെങ്കിൽ വെട്ടം മാസികയൊക്കെ ഉണ്ടാക്കിയിരുന്നു. അദ്ദേഹം ഞാനും കൂടി കുറേ ഗ്രന്ഥവരികൾ നോക്കിയിട്ടാണ് ഇത് എഴുതിയത്. ഞങ്ങൾ പഴയത് കുറേ നോക്കിയിട്ടുണ്ട്. മൂപ്പര് നിത്യം ഇവിടെ ഉണ്ടാവും എൻ്റെ കൂടെ വന്നിട്ട്. അദ്ദേഹം എൻ്റെ ഗുരുനാഥനുമായിരുന്നു മൂപ്പര്. അപ്പോൾ അങ്ങനെ വന്ന് മൂപ്പര് അത് കരപ്പിലാണ്. ഞങ്ങൾ ഓരോ ഗ്രന്ഥവരിയും നോക്കിയിട്ട് ഇത്ര കൊല്ലമൊക്കെ എത്രയായി. അമ്പലം അന്നൊക്കെ ഈ വരുമാന ചാതി ഒന്ന് കമ്മിറ്റി ഉണ്ടായിരുന്നതിന് മുമ്പ് 83 വരെ കമ്മിറ്റി വന്നു. 83 ശേഷം അതിന് മുമ്പേ അതിന് പ്രത്യേക ആൾക്കാരുണ്ടായിരുന്നു. 2 ആൾക്കാരത് നോക്കി അറിഞ്ഞിരുന്നു. ഭൂമിയൊന്നുമില്ല, ഈ ഭൂമി ഇപ്പം തറവാട്ട് ഭൂമിയാണ്. എന്താ വെച്ചാൽ അത് അമ്പലത്തിന് വേണ്ടി ഉപയോഗിക്കാം, അത് അന്യാധീനപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ അതിൽ ഇല്ല ബ്രാഹ്മണർ ഇവിടെ ഇല്ലേ. അതിന് ഒരു പക്ഷേ ഈ 4 ഏക്കർ 64 സെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഒക്കെ പോയി ഒരു 20 സെൻറ്റ് PWD എടുത്തു. ഞങ്ങൾ പോലീസ് ഞങ്ങൾ അതെ അവർക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ അവിടെയൊക്കെ ഞങ്ങൾ വീട്ടുകാർ മാത്രമേ വന്നിരുന്നു ആദ്യത്തെ കാലങ്ങൾ. അപ്പോൾ ദേവിക്ക് എല്ലാ ഭക്തജനങ്ങളും കാണാൻ ആയിട്ടാണ് അമ്മ ഇവിടെ വന്നിരുന്നത്. അപ്പോൾ അന്നത്തെ ഓരോ സംവിധാനങ്ങൾ ഇന്ന ആൾ ഇന്ന ചെയ്യണം, ഇന്ന ആൾ അങ്ങനെയൊക്കെ വേർതിരിച്ചു. അതേസമയം അപ്പോൾ ഈ ഓരോ ചടങ്ങുണ്ട്. ഇത് അവൻ ചുറ്റാടേണ്ട ഇവരാണ്. അത് ഉണ്ടാക്കിയ പോലെ അവർ തന്നെയാണല്ലോ, എല്ലാവർക്കും കൂടി ഉള്ളതാണ്. അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് നിത്യപൂജ ഉണ്ട്. 1936 സമയത്താണ് എല്ലാവർക്കും വേണ്ടി അങ്ങനെ അമ്പലത്തിൽ പ്രവേശനമൊക്കെ കൊടുക്കുന്നത്. ഇത് ഈ അമ്പലം എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഈ അമ്പലം അല്ല 36 മുമ്പാണോ അതോ ഈ കലാപമൊക്കെ ഉള്ള സമയത്ത് ഈ ക്ഷേത്രം ഉണ്ടോ? ക്ഷേത്രം 200 കൊല്ലം 21 ഉണ്ടാവുമല്ലോ. 200 വർഷമായി. ഞങ്ങളിവിടെ വന്നിട്ട് ഞങ്ങൾ മൂല തറവാട് വേറെയാണ്, ഒലിക്കര എന്ന് പറയും, സ്റ്റേഷൻ്റെ അടുത്ത്. ഒലിക്കര കൊല്ലേരിയാണ് ഞങ്ങൾ. അവിടെ നിന്ന് വന്നത് ഞങ്ങൾ അവിടെ ഞങ്ങളാണ് ഈ ലീലാലയം. എൻ്റെ വീട് തന്നെയാണ്. തറവാടുണ്ട്. അവിടെ നിന്ന് കേട്ട് വന്നു. വീട്ടുപേര് ഇതൊക്കെയാണ് നെല്ലൂളി.